വിശദമായി പരിശോധിക്കാം. സംസ്ഥാനത്ത് കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. വയനാട് പൂളക്കൊല്ലി സ്വദേശി അറുമുഖനാണ് കൊല്ലപ്പെട്ടത്. രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം നടന്നത്. MG മിഥുൻ ചേരുന്നു വിശദാംശങ്ങളുമായി. മിഥുൻ, ഈ ഇതുപോലുള്ള വന്യജീവി ആക്രമണങ്ങൾ തുടർന്നു വരുന്ന ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ വയനാട് പൂളക്കൊല്ലിയിലാണ് സംഭവം നടന്നതായി മനസ്സിലാക്കുന്നത്. കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഹരി, ഇന്ന് രാത്രി 9 മണിയോടെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് എരുമക്കൊല്ലി എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് കാട്ടാന ഈ അറുമുഖനെ ആക്രമിക്കുന്നത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറുമുഖൻ മരണപ്പെടുകയായിരുന്നു. മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഉള്ളത്. കാരണം നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ രീതിയിൽ തുടർച്ചയായ ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ നിരന്തരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരാളുടെ കൂടി ജീവൻ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. അതിൽ വലിയ പ്രതിഷേധമാണ് നാട്ടുകാർ രേഖപ്പെടുത്തുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൊല്ലപ്പെടുമ്പോഴൊക്കെ വനം വകുപ്പിന്റെ നിഷ്ക്രിയത്വമായ നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. കൂടാതെ ഈ ഫെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ അത് പാലിക്കാതെ മുന്നോട്ട് പോകുന്ന നടപടിക്കെതിരെയും ആളുകളുടെ ജനരോക്ഷം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഒരാളുടെ കൂടി ജീവൻ ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത്. അറുമുഖൻ എന്ന പൂളക്കൊല്ലി സ്വദേശിയുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നേരത്തെയും ഈ എരുമക്കൊല്ലി എന്ന് പറയുന്ന ഭാഗത്തും ഒപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലും കാട്ടാനയുടെ ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഈ സാഹചര്യവും ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ മരണപ്പെട്ടവരുടെ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ മൃതദേഹം അവിടെ നിന്ന് പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും പോലീസിന്റെയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ ശാശ്വതമായ പരിഹാരം കണ്ടതിന് ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ, അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ജനവാലിയുണ്ട്, ഒപ്പം തന്നെ പോലീസിന്റെ ഒരു വലിയ നിരയുണ്ട്. കാരണം ഈ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം ഇവിടെ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹരി, ഈ പറയുന്ന പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിര സാന്നിധ്യമാണ് എന്നുള്ളതാണല്ലോ ഇതിന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെ പ്രതിഷേധവും, കാരണം ഇതിനൊരു അറുതിയില്ലാതെ വരുന്ന ഒരു സാഹചര്യം പലപ്പോഴായി പല യോഗങ്ങൾ നടക്കുന്നു, മീറ്റിങ്ങുകൾ നടക്കുന്നു, പക്ഷേ ഒരു തരത്തിലും ഇതിനൊരു തീരുമാനമുണ്ടാകുന്നില്ല എന്നുള്ളത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നു. മാത്രമല്ല ഇപ്പോൾ അവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രതിഷേധം എത്രമാത്രം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ആവശ്യം എത്ര നാളുകളായി തുടരുന്ന ആവശ്യം വീണ്ടും ഓരോ ദിനവും, ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു മരണം സംഭവിക്കുന്നതെങ്കിൽ പോലും ഇതൊരു തുടർക്കഥയായി മാറുകയാണ്. ഒരു തരത്തിലും ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. നാട്ടുകാരുടെ പ്രതിഷേധം അതുകൊണ്ട് തന്നെ ഇനി വരും മണിക്കൂറുകളിൽ ക്കുന്നതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? നാട്ടുകാരോട് അവർ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഹരി, ശക്തമായ ജനരോക്ഷം തന്നെയാണ് അവിടെ തുടരുന്നത്. കാരണം നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കാരണം മുൻകാലങ്ങളിലും ഇതേ രീതിയിലുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തുകയും ഒപ്പം തന്നെ പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങിയാണ്. അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ ഇതിനൊരു അറുതി വരുത്തുവാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൃതദേഹം വിട്ടു നൽകില്ല, ഇവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ സാധിക്കില്ല, ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ നാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ അണനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ എരുമക്കൊല്ലി എന്ന് പറയുന്ന മേഖലയിൽ മുൻപും ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള മേഖലയാണ്. അവിടെ സ്ഥിരമായി കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. അവിടെ ഈ ഒരുപക്ഷെ ഇദ്ദേഹം അവിടെ എന്തിനാണ് പോയത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എരുമക്കൊല്ലി. അതിന് തൊട്ടും അടുത്ത് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്ത് മാത്രമാണ് ഈ പൂളക്കൊല്ലി എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ നിന്ന് വൈകിട്ടോട് കൂടി ഏകദേശം 6 മണിയോട് കൂടി ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ഒക്കെയായി എരുമക്കൊല്ലിയിലുണ്ട് എന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ അല്ലെങ്കിൽ അവിടുത്തെ ദൃക്സാക്ഷികളായിട്ടുള്ള ജനങ്ങൾ പങ്കുവെക്കുന്നത്. അതിനുശേഷം 9 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ സമയം മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. അതായത് ഈ കാട്ടാന വരുന്നതും കാട്ടാനയുടെ അനക്കം കേട്ടതിനെ തുടർന്ന് ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സമയത്ത് കാട്ടാനയ്ക്ക് മുന്നിൽ പെടുകയായിരുന്നു അറുമുഖൻ എന്നാണ് ദൃക്സാക്ഷികൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും നിലവിൽ ഈ മൃതദേഹം വിട്ടു നൽകില്ല, കൃത്യമായ രീതിയിൽ ശാശ്വതമായ നടപടികൾ വേണം. ഇനി ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾക്കോ ഞങ്ങൾ നിൽക്കില്ല, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇതിനു മുമ്പും
ഇതേ സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു പരിഹാരം കാണുമെന്നുള്ള വാക്ക് വിശ്വസിച്ചുകൊണ്ട് പിന്നെയും പ്രതിഷേധം കെട്ടടക്കുകയും ഒപ്പം തന്നെ മൃതദേഹം വിട്ടു നൽകുകയും ഒക്കെ ചെയ്ത ചില സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇത്തവണ ആ രീതിയിൽ കാര്യങ്ങൾ പോകില്ല, പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും DFO അജിത് കെ രാജൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ നാട്ടുകാരുമായി അല്പസമയത്തിന് മുമ്പ് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അത് ഫലം കണ്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വലിയ നിരയുണ്ട്. നാട്ടുകാർ വലിയ രീതിയിൽ തടിച്ചുകൂടിയാണ്. കാരണം വരും ദിവസങ്ങളിലും ഇവിടെ ഒക്കെ ജനവാസ മേഖലയാണ്. കാട്ടാനയുടെ ആക്രമണം വലിയ ശക്തമായിട്ടുള്ളതാണ്. ഫെൻസിംഗ് അടക്കം ഏർപ്പെടുത്തുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും തന്നെ ഒരു പകുതി ഭാഗങ്ങളിൽ മാത്രം പൂർണ്ണമായും ഈ ഫെൻസിംഗ് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ വനംവകുപ്പിനോ സാധിച്ചിട്ടില്ല എന്ന് കൂടി നാട്ടുകാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ അനുനയ ശ്രമങ്ങൾ തുടരുന്നു. അതേസമയം ശക്തമായ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കത്തിലാണ് രാധ എന്ന സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. നമ്മൾ വന്യജീവി ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അന്ന് മന്ത്രി AK ശശീന്ദ്രനെതിരെ ഉയർന്ന ജനരോഷവും നമുക്ക് നമ്മുടെ മുന്നിലുള്ള കാഴ്ചയാണ്. അത് നടന്നിട്ട് മാസങ്ങൾ തികയുന്നില്ല. അതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്, കാട്ടാനാക്രമണം. അപ്പോൾ ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ വാക്കുകൾ അതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല. പറയുന്നത് പോലെ തന്നെ ഫെൻസിങ് പൂർണ്ണമാകുന്നില്ല. ഈ വാഗ്ദാനങ്ങൾ വാക്കിൽ ഒതുങ്ങുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇവരുടെ ജീവിതത്തെ പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും കൂടിയാണ് ഈ ജനരോഷത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കാമല്ലേ? തീർച്ചയായും അതുതന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ വലിയ ജനിപ്പിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് നേരത്തെ തന്നെ വനംവകുപ്പ് പുറത്തുവിട്ട ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും ഒക്കെ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വയനാട്ടിൽ മാത്രം ഏകദേശം കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടെ 10-ലധികം പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ മാത്രം, മറ്റ് വന്യജീവി ആക്രമണങ്ങൾ വേറെയുണ്ട്, അതിൽ കാട്ടാന ആക്രമണത്തിൽ മാത്രം പൊലിഞ്ഞവരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ വലിയ രീതിയിൽ ഈ ജനരോക്ഷത്തിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുമെന്ന് പല കുറി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനം മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി ജനങ്ങളെ അറിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ മാസം തന്നെ നിരവധി, അതായത് 2 ദിവസത്തിനിടയിൽ തന്നെ 3 പേർ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ഇടുക്കിയിലും ഒക്കെയാണ്. എങ്കിൽ പോലും തന്നെ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ കാട്ടാന ആക്രമണം പതിവാകുന്ന സാഹചര്യമാണ്. അങ്ങനെ വയനാട്ടിൽ ഒരിക്കൽ കൂടി ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ജനരോക്ഷം സ്വാഭാവികമാണ്. അതുതന്നെയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം ഇതിനു മുമ്പും ഇതേ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ശാശ്വതമായ പരിഹാരം കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫെൻസിംഗ് അടക്കമുള്ള പദ്ധതികൾ വിപുലീകരിക്കും, അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങൾ നൽകും, ഒപ്പം തന്നെ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകുകയല്ലാതെ അത് വാക്കുകളിൽ മാത്രം ഒതുക്കുകയല്ലാതെ അതിനൊരു കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വനവകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ള വിമർശനമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്നത്. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ DFOയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുമായി ചർച്ച പുരോഗമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ ജനങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ട്. കാരണം സമീപത്ത് തന്നെയാണ് ഈ പൂളക്കൊല്ലി എന്ന് പറയുന്ന ജനവാസ മേഖലയുള്ളത്. ഈ ജോലി കഴിഞ്ഞ് മടങ്ങിയ ആളാണ് ഈ അറുമുഖൻ. അവിടെ നിന്ന് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായി കാട്ടാനയ്ക്ക് മുമ്പിൽ പെടുകയും ഒപ്പം തന്നെ അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. കാട്ടാനയുടെ ചവിട്ടേറ്റ് ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കാണാൻ സാധിക്കുകയും ചെയ്യില്ല. ഈ ഫോട്ടോയിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ കാട്ടാന ചവിട്ടി അത്തരത്തിൽ അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഇനിയും രാത്രി വൈകിയും വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് മടങ്ങി വരേണ്ട ആൾക്കാർ പലരുമുണ്ട്. പലരും മേപ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ജോലി ചെയ്ത് രാത്രിയോടെ വൈകിയാണ് വീട്ടുകളിലേക്ക് എത്തുന്നത്. ഈ മേഖലകളിൽ കാട്ടാന ശല്യം പതിവാണ്. അത് നിരവധി തവണ ഇത്തരത്തിൽ വനംവകുപ്പിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. DFOയുടെ മുമ്പിലും വനംവകുപ്പ് മന്ത്രിക്കും നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയൊരു വാക്കാലുള്ള കാര്യങ്ങളിൽ ഒതുക്കില്ല, അതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചതിന് ശേഷം നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. പലകുറിയായി നാട്ടുകാർ തന്നെ DFOയ്ക്ക് മുന്നിലും മന്ത്രിയുടെ മുന്നിലും ഒക്കെ പരാതിയുമായി എത്തിയിട്ടുണ്ടെങ്കിൽ പോലും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് സർക്കാരിന്റെ ഈ തീരുമാനം. ഇതിനെന്ന് ഒരു തീരുമാനമാകുമെന്ന് കാത്തിരിക്കുകയാണ് അവിടുത്തെ നാട്ടുകാർ. പ്രത്യേകിച്ച് ഈ ഏരിയകളിൽ, പ്രത്യേകിച്ച് എരുമക്കൊല്ലിയിലൊക്കെ തന്നെ മുൻപും സമാനമായ സാഹചര്യത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും തുടർക്കഥയായി മാറുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായ അറുമുഖന്റെ ജീവനാണ് പൊലിയേണ്ടി വരുന്നത്. എന്തിനാണ് അറുമുഖൻ പോയത്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് അറുമുഖൻ തിരികെ എത്തുമ്പോഴാണ് കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിയുന്നത്.
ഇനി എന്നാണ് സർക്കാരിന്റെ കണ്ണ് തുറക്കുക എന്നൊരു ചോദ്യം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ജനരോഷം വളരെ ശക്തമായി അവിടെ തുടരുകയാണ്.